ഇസ്രായേലിനെ കുറിച്ച് പ്രത്യേകിച്ച് വാർത്തകളൊന്നും നമ്മൾ കേൾക്കുന്നില്ല. ഈ യുദ്ധമൊക്കെ അവസാനിച്ചു ഇറാനും ഇസ്രായേലും തമ്മിലുള്ള? ഇസ്രായേലിനെ കുറിച്ചുള്ള വാർത്ത കേൾക്കുന്നില്ല എന്നല്ലേ പറഞ്ഞു. ഇന്നിപ്പോൾ ഞായറാഴ്ച പുലർച്ചെ ഉണ്ടായ ഏറ്റവും പുതിയ വാർത്ത ഞാൻ പറയാം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വീടിന് നേർക്ക് ബോംബേറുണ്ടായി. പുലർച്ചെ ഇന്ന് ഞായറാഴ്ച, നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഞായറാഴ്ച 12 മണിക്കാണ്. ഇന്ന് പുലർച്ചെ 2 ഫ്ലാഷ് ബോംബുകൾ നെതന്യാഹുവിൻ്റെ വീട്ടിൽ തോട്ടത്തിൽ വീണ് പൊട്ടി. വലിയ തീജ്വാലകൾ ഉയർന്നു. അത് രാജ്യത്ത് വലിയ ആശങ്ക ഉയർത്തിരിക്കുക. ഉടനെ തന്നെ ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ്, ഇസ്രായേലിൻ്റെ പ്രസിഡന്റാണ്, അദ്ദേഹം ഇടപെട്ടു. അദ്ദേഹം ഷിൻബത്ത് എന്ന് പറയുന്ന അവിടുത്തെ രഹസ്യാന്വേഷണ ഏജൻസിയുടെ ആളുകളെ വിളിച്ചു വരുത്തി. നെതന്യാഹുവിന് വരെ നടക്കുന്ന 3ാമത്തെ വധശ്രമമാണ്. അദ്ദേഹം ഐക്യരാഷ്ട്രസഭയുടെ മീറ്റിങ്ങിൽ പങ്കെടുത്ത് തിരിച്ചു വരുമ്പോൾ അദ്ദേഹം വന്നിറങ്ങുമെന്ന് കരുതുന്ന വിമാനത്താവളത്തിന് നേർക്ക് ഒരു മിസൈൽ വന്നു. അതവർ വിമാനത്താവളത്തിൽ വീഴും മുമ്പ് തകർത്തു. രണ്ടാമത് ഈ അദ്ദേഹത്തിൻ്റെ വീട് കെയ്സേറിയ എന്ന് പറയുന്ന തീരദേശ പട്ടണം, അവിടെ നെതന്യാഹുവിന് വീടുണ്ട്. വേനൽക്കാല വസതിയാണ്. നെതന്യാഹുവിന് 3 വീടുകളാണുള്ളത്. അതിൽ ഈ ഔദ്യോഗിക വസതിയല്ല, സ്വകാര്യ വസതിയാണ്. ഈ കെയ്സേറിയയിലെ വീടിന് നേർക്ക് ഡ്രോൺ ആക്രമണം ഉണ്ടായി. ഡ്രോൺ വന്നിട്ട് സുരക്ഷാ സംവിധാനങ്ങളൊക്കെ മറികടന്ന് വന്ന് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ജനാലയ്ക്ക് നേരെ ആക്രമണം നടത്തി. ആ ഭാഗത്തെ മരങ്ങളുമൊക്കെ കരിഞ്ഞുപോയി. ആ ഡ്രോൺ അവർ വെടിവെച്ചിട്ടു. അതായിരുന്നു രണ്ടാമത്തത്. ഇപ്പം 3ാമത് ഇന്ന് പുലർച്ചെ, ഈ ഞായറാഴ്ച പുലർച്ചെ, അതുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങളൊന്നും വരാത്തത്. അല്ലെങ്കിൽ ഇവിടുത്തെ ഹമാസ് അനുകൂലികൾ ഇപ്പോൾ തുള്ളിച്ചാടിയാണ് നെതന്യാഹുവിനെ തീർക്കാൻ നോക്കി എന്നുള്ളത്. ആ തോട്ടത്തിൽ എൻ്റെ വീഡിയോ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോയി. 2 തവണയാണ് ഫ്ലാഷ് ബോംബ് വന്ന് വീഴുന്നത്. ആ വീണ് വലിയ തീജ്വാല ഉണ്ടായി. അപ്പോൾ അവരുടെ ആഭ്യന്തരമന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇത് അതീവ ഗുരുതരമായി എടുക്കണം. കാരണം ഇപ്പോൾ എന്തായി, ഫ്ലാഷ് ബോംബുകൾ വീണു, ഇനി ഒറിജിനൽ തീ വരും. ഇത് തീ ബോംബ് വീണു, ഈ ഫ്ലാഷ് ബോംബ് എന്ന് വെച്ചാൽ പൊട്ടിത്തെറിക്കുന്നൊന്നുമല്ല, ഒരു തീജ്വാല ഉണ്ടാവും, പിന്നെ തീരും. അപ്പോൾ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് എന്നാണ് സംശയിക്കപ്പെടുന്നത്. അപ്പോൾ പോലീസിന് മേജർ ക്രൈംസ് അന്വേഷിക്കുന്ന ലഹാവ് 433 എന്ന് പറഞ്ഞൊരു വിങ്ങുണ്ട്. നമ്മുടെ ക്രൈം ബ്രാഞ്ചിനൊക്കെ ഉണ്ടെന്ന് പറയുന്ന പോലെ സ്പെഷ്യൽ സ്ക്വാഡുകളുണ്ടല്ലോ. അതിൽ ലഹാവ് 433 എന്ന് പറയുന്ന സ്ക്വാഡാണ് ഇത് അന്വേഷിക്കാൻ പോകുന്നത്. പ്രസിഡന്റ് നേരിട്ട് ഷിൻബത്ത് എന്ന് പറയുന്ന, ഷിൻബത്ത് മൊസാദ് പോലെയുള്ള ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയാണ്. അത് രാജ്യത്തിനകത്തെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഏജൻസിയാണ് ഷിൻബത്ത്. രാജ്യത്തിന് പുറത്തുള്ള ഓപ്പറേഷൻസാണ് മൊസാദ് നടത്തുന്നത്. നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിൽ ഇൻ്റലിജൻസ് ബ്യൂറോ ആണ് കേന്ദ്ര സർക്കാരിൻ്റെ രാജ്യത്തിനകത്തുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നത്, പുറത്ത് റോ എന്ന് പറയുന്ന പോലെ. അപ്പം ഈ ഷിൻബത്തിൻ്റെയും പോലീസിൻ്റെ ലഹാവ് 433 ആണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. 3 പേരെ പിടിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. 3 പേര് പിടിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചായിട്ട് ആലോചിക്കുമ്പോൾ ഇസ്രായേൽ നേരിടുന്ന ഒരു ഭീഷണി എന്ന് പറഞ്ഞാൽ ആഭ്യന്തരമായ ചില ഭീഷണികളുണ്ട്. അതായത് ഇസ്രായേലിൻ്റെ പൗരന്മാരെ, ചില ഇസ്രായേലികളെ തന്നെ വിലക്കെടുത്ത്, ഇസ്രായേലിൽ നമ്മൾ പറഞ്ഞു ഇസ്രായേലിൽ മുഴുവൻ പൗരന്മാർ മുഴുവൻ പേരും ജൂതന്മാരൊന്നും അല്ല, അറബികളുണ്ട്, ഒക്കെയുണ്ട്. ഖുദ്ർ എന്ന് പറയുന്ന വിഭാഗക്കാരുണ്ട്, പല വിഭാഗങ്ങളുണ്ട്. ജൂതന്മാർ മാത്രമല്ല ഇസ്രായേലിലുള്ളത്. അതിലുള്ള ചില ആളുകളൊക്കെ ഇറാൻ്റെയൊക്കെ ചാരപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു എന്ന് നേരത്തെ ഉണ്ടായിരുന്നു. അവിടുത്തെ ചില തന്ത്രപ്രധാനമായ ആർമി ബേസിൻ്റെയൊക്കെ പടമെടുത്ത് അയക്കുന്ന ഒരു സംഘത്തെ ഇസ്രായേലി പൗരന്മാരെ പിടിച്ചിരുന്നു. ആ കൂട്ടത്തിൽ ചെറിയ കുട്ടികളുണ്ട്. ചെറിയ കുട്ടികളെ ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ കുട്ടികളിങ്ങനെ പോകുന്നു, മൊബൈൽ ഫോട്ടോ എടുത്താൽ ആരും സംശയിക്കില്ലല്ലോ. അപ്പോൾ എല്ലാ ഈ തീവ്രവാദ പ്രവർത്തനവും മോഷണവും ഒക്കെ നടത്തുന്ന, നമ്മുടെ നാട്ടിൽ മയക്കുമരുന്നും കൊണ്ടുപോകുന്ന ആളുകളെന്ന് എനിക്കറിയോ, ഫാമിലിയായിട്ട് പോകും, അതിനകത്ത് കുട്ടികളുണ്ടാവും, പറ്റുമെങ്കിൽ ഒരു ഗർഭിണികളെ കൊണ്ടുപോകും. അപ്പോൾ പോലീസിൻ്റെ പരിശോധനയൊന്നും കാര്യമായിട്ട് ഉണ്ടാവില്ല. എന്ന് പറയുന്ന പോലെ കുട്ടികളെ ഉപയോഗിച്ചിട്ട് പട്ടാളത്തിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചോർത്തിയെടുക്കുക, അത് അങ്ങനെയുള്ള കുറേ സംഘങ്ങളെ പിടിച്ചു. പിന്നീട് പൊതുനിരത്തിൽ നിൽക്കുന്ന ആളുകളുടെ നേരെ വെടിവെക്കുന്ന ചില സംഭവങ്ങളുണ്ടായി, വണ്ടി ഓടിച്ച് കയറ്റുന്നതുണ്ടായി. ഇങ്ങനെ ഇസ്രായേലിൽ തന്നെ ചില ആളുകളെ ഇറാനൊക്കെ വാടകയ്ക്കെടുത്ത് തീവ്രവാദ പ്രവർത്തനം നടത്തുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും ആയിരിക്കണം നെതന്യാഹുവിന് നേരെ ഈ ഫ്ലാഷ് ബോംബിൻ്റെ ആക്രമണം നടത്തിയത്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. വളരെ പ്രധാനമന്ത്രിയുടെ അതീവ സുരക്ഷയുള്ള വീട്ടിലേക്കാണ് ആക്രമണം നടത്തുന്നത്. പറയൂ സാർ, ഈ ഇനി ആക്രമണം നടത്തിയാൽ എണ്ണപ്പാടങ്ങൾ വരെ തകർക്കാനുള്ള രീതിയിലേക്കുള്ള ആക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് നേരത്തെ തന്നെ ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയത്. ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വീട്ടിലേക്ക് തന്നെ ഇത്തരം ഒരു ആക്രമണം നടത്തുമ്പോൾ ഇനി ഇസ്രായേൽ വെറുതെ ഇരിക്കുമോ? ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് തിരിച്ചടി ഉണ്ടാകുമായിരിക്കാം. ഇപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങൾ വരുന്നേ ഉള്ളൂ. കാരണം ഇന്നിപ്പോൾ പുലർച്ചെ നമ്മൾ അവരുമായിട്ട് 2-3 മണിക്കൂറിൻ്റെ ടൈം വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ സംഭവത്തിൻ്റെ ഈ വാർത്തകൾ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഏറ്റവും ലേറ്റസ്റ്റ് ആയ കാര്യമാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നില്ല. അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളൊക്കെയാണ്, പ്രതിപക്ഷ നേതാവായ യോർ ലാപ്പോവ് എന്ന് പറയുന്ന ആൾ, പിന്നെ ബെന്നി ഗാൻസ്,
ഇവരൊക്കെ ഇത് രാജ്യത്തിനെതിരെയുള്ള ആക്രമണമാണെന്ന് പ്രതിപക്ഷ പാർട്ടികൾ തന്നെ പറഞ്ഞു. അതുകൊണ്ട് അടിയന്തരമായ നടപടി വേണമെന്ന് പറഞ്ഞ് അന്വേഷണം തകൃതിയായിട്ട് നടക്കുന്നു. 3 ആളുകളെ പിടിച്ചിട്ടുണ്ട്. അവരുടെ പേര് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഏതായാലും പറയുന്നത് ഈ നെതന്യാഹുവും ഭാര്യ വൈഫിൻ്റെ പേര് സാറ എന്നാണ്. ഇവർ രണ്ടുപേരും വീട്ടിലുണ്ടായിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഡ്രോൺ ആക്രമണം നടക്കുമ്പോഴും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ സേഫാണ്. ഇതിനിടയ്ക്ക് മറ്റൊരു സംഭവം കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ ചർച്ച ചെയ്താണ്. നെതന്യാഹുവിൻ്റെ മകൻ്റെ കല്യാണം നിശ്ചയിച്ചിരുന്നു. അമേരിക്കയിലാണ് മകനുള്ളത്. കല്യാണം നിശ്ചയിച്ച വിവാഹം മാറ്റിവെച്ചു. ഒക്ടോബർ 15-നാണ് വിവാഹം നിശ്ചയിച്ചിരുന്നത്. കാരണം ലോകത്തുള്ള പല നേതാക്കന്മാരെയൊക്കെ വിളിക്കുന്നുണ്ട്. വിളിച്ചു കഴിഞ്ഞ് ഇവർ പങ്കെടുക്കുന്ന ഒരു കല്യാണ റിസപ്ഷനൊക്കെ നടക്കുമ്പോൾ പല ഡ്രോണോ ഒക്കെ വന്ന് വീണാൽ അത് ലോക നേതാക്കന്മാർക്ക് ആപത്താകുമല്ലോ എന്ന് കരുതിയിട്ട് വിവാഹം മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യം അതീവ സുരക്ഷാ സന്നാഹങ്ങൾ ഈ പറയുന്ന പോലെ അയൺ ഡോം ഉൾപ്പെടെയുള്ള ഇപ്പോൾ അമേരിക്കയുടെ THAAD മിസൈൽ വേദ സംവിധാനം അമേരിക്ക കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതിനെയൊക്കെ മറികടന്ന് ഡ്രോണുകൾക്ക് വരാൻ പറ്റും. ഡ്രോണുകൾ താഴ്ന്നു പറക്കുന്നവയും ഈ റഡാറുകളുടെ കണ്ണിൽ പെടാത്തവയുമാണ്. ഇപ്പോൾ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പൽ ഉൾപ്പെടെയുള്ളവ മധ്യധരണ അരണിയിലുണ്ട്. അതിന് അവയ്ക്ക് നേരെ പോലും ഡ്രോണൊക്കെ വന്നു കഴിഞ്ഞ ദിവസം. അതെല്ലാം അവർ തകർത്തുവെങ്കിൽ പോലും ഡ്രോൺ എന്ന് പറയുന്നത് ഇപ്പോൾ സമീപകാലത്ത് വലിയ സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്ന ഒരു ആയുധമായി മാറിയിരിക്കുക. കാരണം ഇത് ഒരുപാട് ഉയർന്നു പറക്കത്തില്ല. ഒരു ഏകദേശം ഒരുപാട് ഉയർന്നു പറക്കുന്ന ഡ്രോണുകളും ഉണ്ട്. അപ്പോൾ നമ്മൾ തന്നെ കോടിക്കണക്കിന് രൂപ 1-3000 കോടി രൂപ വില വരുന്ന ഏറ്റവും ആധുനികമായ ഡ്രോണുകൾ ഇന്ത്യ വാങ്ങിയിട്ടുണ്ട്. അത്തരം ഡ്രോണുകൾ മുതൽ ചെറിയ ഡ്രോണുകൾ വരെയുണ്ട്. ഇതിനെയൊക്കെ റഡാറിൽപ്പെടുത്താനും പീരങ്കി കൊണ്ട് വെടിവെച്ചിടാനും പറ്റില്ല. ഇതൊക്കെ സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ അത്തരം ആയുധങ്ങൾ കൊണ്ടാണ് ഇതിനെയൊക്കെ നിർവീര്യമാക്കുന്നത്. അപ്പോൾ ഡ്രോൺ ആക്രമണമല്ല ഇതിപ്പോൾ നമ്മൾ ആലോചിക്കും. പ്രധാനമന്ത്രിയുടെ വീടെന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ സുരക്ഷാ സന്നാഹം ഉണ്ടാകും. പ്രധാനമന്ത്രി അവിടെ താമസിക്കുന്നില്ലെങ്കിൽ പോലും. കാരണം എപ്പോൾ വേണമെങ്കിലും വരാമല്ലോ. 3 വീടുകളുണ്ട്. പക്ഷേ ഇത് ഒരേ സ്ഥലത്ത് തന്നെ ഈ പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഡ്രോൺ ആക്രമണം ഉണ്ടായ അതേ വീട്ടിൽ തന്നെയാണ് വീണ്ടും ഫ്ലാഷ് ബോംബിൻ്റെ ആക്രമണം ഉണ്ടായി. വലിയ വീഡിയോ നമുക്ക് കാണിക്കാം പ്രേക്ഷകരെ. വലിയ തീജ്വാലകളാകരുത്. മിന്നൽ പോലെ ഈ ഫ്ലാഷ് എന്ന് പറയുമ്പോൾ അറിയുമല്ലോ, മിന്നൽ വരുന്ന പോലെ പെട്ടെന്ന് ആളി കത്തിയിട്ട് 2 തവണ സംഭവിക്കുകയാണ്. അപ്പോൾ അതിന് ഒരു പക്ഷേ മനുഷ്യർക്ക് അപകടം ഉണ്ടാക്കുന്ന ഇല്ലില്ല. തീജ്വാല വരുന്നു, ഒരു നമ്മൾ പടക്കം പൊട്ടിക്കുന്ന പോലെയാണ്. പക്ഷേ അതിന് പകരം ഇത് ആരോ എറിഞ്ഞതാണല്ലോ. എറിഞ്ഞതിൻ്റെ 3 പേരെ പിടിച്ചു എന്ന് പറയുന്നു. അവരുടെ മോട്ടീവ് എന്താണ്? ഇനി വേറൊന്നുകൂടെയുണ്ട്. ഒരു പക്ഷേ നമ്മൾ മോക്ക് ഡ്രിൽ നടത്തുമല്ലോ. ഒരു അപകടം ഉണ്ടായാൽ എങ്ങനെ പ്രതികരിക്കുന്നത്? ഒരു പക്ഷേ ഈ സുരക്ഷാ സന്നാഹങ്ങളൊക്കെ കൂട്ടിയിരുന്നു ഡ്രോൺ ആക്രമണത്തിന് ശേഷം. അതിനുശേഷവും ഇത് ലംഘിക്കാൻ പറ്റുമോ എന്ന് ഒരുപക്ഷെ സുരക്ഷാ ഏജൻസികൾ നടത്തിയ ഒരു പരീക്ഷണവും ആകാം. അങ്ങനെയും വരാം. അപ്പോൾ എന്താണെന്ന് അതിൻ്റെ നിജസ്ഥിതി വന്നിട്ടില്ല. നെതന്യാഹുവിന് നേരെ കനത്ത ഭീഷണിയുണ്ട്. കഴിഞ്ഞ ദിവസവും ഇറാൻ്റെ ഭാഗത്ത് നമ്മളിതൊക്കെ ശാന്തമാണ്, യുദ്ധത്തെക്കുറിച്ചൊന്നും പറയുന്നില്ലെങ്കിലും അയത്തുള്ള അലി ഖമനേയുടേതായൊരു സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ 5-ാം തീയതിക്ക് ശേഷം വന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നെതന്യാഹുവിനെ ആക്രമിക്കും എന്ന് തന്നെയായിരുന്നു. കാരണം 5-ാം തീയതി ഞാൻ പറയാൻ കാരണം 5-ാം തീയതിയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അല്ലേ. അതിനു മുമ്പ് ഇറാഖിലുള്ള ഇറാൻ അനുകൂല മിലിഷ്യയെ ഉപയോഗിച്ച്, അതായത് ഷിയ മിലിഷ്യയെ ഉപയോഗിച്ച് ഇസ്രായേലിനെ ആക്രമിക്കുന്നത് പലതവണ ഇറാൻ ഭീഷണിപ്പെടുത്തിയത്. ഇറാൻ്റെ സൈനിക മേധാവി ഖമനേയി, വ്യോമസേനാ മേധാവി ഒക്കെ പറഞ്ഞു തിരിച്ചടിക്കും ഞങ്ങൾ. ഈ പറഞ്ഞ നവംബർ 5-ന് മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മുമ്പ് പണി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്തില്ല. അതിനുശേഷം ഖമനേയി ഉൾപ്പെടെയുള്ളവരുടെ ഒരു വിവരമില്ല. ഖമനേയിയെക്കുറിച്ച് ഒക്ടോബർ 26-ന് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന് ശേഷം ഖമനേയിയെ ആരും കണ്ടിട്ടില്ല. നമ്മൾ പലതവണ പറഞ്ഞു അദ്ദേഹം കൊല്ലപ്പെട്ടോന്ന് സംശയമുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വേറോബോട്ട്സ് കുറേ പത്രക്കുറിപ്പുകൾ വരുന്നതല്ലാതെ ഒരിക്കൽ പോലും അദ്ദേഹത്തെ കണ്ടിട്ടില്ല, നേരിട്ട് വന്നിട്ടില്ല. മീഡിയ 1 ഉൾപ്പെടെയുള്ള ചാനലുകൾ 26-ന് ശേഷം ഒരു വാർത്ത പുറത്തു വിടുകയും ചെയ്തു. എന്ന് ഓർക്കുന്നുണ്ടോ? അദ്ദേഹത്തിന് ക്യാൻസർ ആണെന്നും പറഞ്ഞു. അപ്പോൾ ഏതായാലും ഒക്ടോബർ 26-ന് ശേഷം ഖമനേയി എവിടെയെന്ന് അറിയില്ല. നവംബർ 5-ന് ഇസ്രായേലിനെ വീണ്ടും ആക്രമിക്കും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നത് നെതന്യാഹുവിനെ ആക്രമിക്കും എന്ന് പറഞ്ഞുള്ള സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് വന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് നെതന്യാഹുവിൻ്റെ വീട്ടിലേക്ക് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കൈസേറിയയിലെ ഈ വേനൽക്കാല വസതിയിലേക്ക് 2-ാം തവണ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ ഇസ്രായേൽ അതീവ സുരക്ഷാ സന്നാഹങ്ങളൊക്കെയുള്ള രാജ്യമാണെന്നാണ് പറയുന്നത്. എന്നിട്ടും 2021 ഒക്ടോബർ 7-ന് അവരുടെ അതിർത്തി ഭേദിച്ച് ആയിരക്കണക്കിന് ഹമാസ് തീവ്രവാദികൾ കയറി 1500-ഓളം പേരെ ആളെ കൊന്നു. ഈ 100-300 പേരെ
ബന്ദികളാക്കി പിടിച്ചുകൊണ്ടുപോയി. ഇതൊക്കെ സംഭവിച്ചു. അപ്പം എല്ലാ സുരക്ഷാ സന്നാഹങ്ങളും ഉണ്ടെന്ന് പറഞ്ഞാലും ചിലയിടത്ത് അത് വൾണറബിളാണ്, അത് ഭേദിക്കാൻ കഴിയുന്നുണ്ട്. അതാണിപ്പം അതീവ സുരക്ഷ ഡ്രോൺ ആക്രമണത്തിന് ശേഷം നെതന്യാഹുവിൻ്റെ ഈ കൈസേറിയയിലെ വീട്ടിൽ ഏർപ്പെടുത്തിയിട്ടും അവിടെ വീണ്ടും ഫ്ലാഷ് ബോംബ് ആക്രമണം നടന്നിരിക്കുന്നത്. അത് ഫ്ലാഷ് ബോംബിന് പകരം ഒറിജിനൽ ബോംബായിരുന്നെങ്കിലോ, അവിടെ നെതന്യാഹു ഉണ്ടായിരുന്നെങ്കിലോ, അങ്ങനെ ആലോചിക്കുമ്പോഴാണ് ഇതിൻ്റെ ഗൗരവം കൂടുന്നത്. അതുകൊണ്ടാണ് ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് നേരിട്ട് ഷിൻബദിൻ്റെയൊക്കെ ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് ഉടൻ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നെതന്യാഹുവിന് നേരെയുള്ള ഭീഷണിയും ആക്രമണ ശ്രമവും തുടരുകയാണ്. ഇതിനെ നേരത്തെ ധന്യ പറഞ്ഞതുപോലെ ഇസ്രായേൽ എങ്ങനെയാണ് തിരിച്ചടിക്കാൻ പോകുന്നതെന്ന് നമുക്ക് ഏതാനും മണിക്കൂറുകൾക്കകം അറിയാം.